ഡാൻ കുര്യൻ അവിടെ AICC ആസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഡാന് വലിയ സന്തോഷത്തിൽ, വലിയ ആഹ്ലാദത്തിലാണ് സതീശനുമായി ബന്ധപ്പെട്ടവർ. ചില അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഴകുളം മധുവിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു. അത് KC വേണുഗോപാലിനെ പിന്തുണച്ചതിന് കുറ്റപ്പെടുത്തി എന്ന തരത്തിലൊക്കെയാണ്. ഇനിയിപ്പോൾ അത്തരം നീക്കങ്ങളും പ്രതീക്ഷിക്കണം. സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാം, നേതാക്കളുടെ എതിർപ്പുകൾ സംഭവിക്കാം. മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്രയും വേഗം കടക്കുമോ മുന്നണി? തീർച്ചയായിട്ടും ഒരു വശത്ത് ആഘോഷത്തിന്റെ ചിരിയും പുടക്കങ്ങളും പൊട്ടുകയാണ്, മറുവശത്ത് അമർഷം മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ KC വേണുഗോപാൽ പക്ഷം പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിനെതിരെ വളരെ ബോധപൂർവമായ ഒരു നീക്കം സംസ്ഥാനത്ത് നടന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിന് പിന്നിൽ പാർട്ടിക്കുള്ളിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ നേതൃത്വം വിശദമായ പരിശോധന നടത്തണം. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിച്ച് നിർത്തിയില്ല എന്ന ആക്ഷേപം കൂടി ഉന്നയിക്കുന്നുണ്ട്. പഴകുളം മധു തുടക്കമിട്ടിരിക്കുന്നത് KC പക്ഷത്ത് നിന്നുള്ള ഒരു പ്രമുഖന്റെ വിമർശനമായി മാത്രം കാണുന്നതിനപ്പുറത്തേക്ക് ആ വിമർശനത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയും കടുത്ത അതൃപ്തിയിലാണ്. അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ദിരാഭവനിലേക്ക് ഒരു പക്ഷേ ചിലപ്പോഴേ എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തന്നെ നീരസം അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം മറ്റ് പ്രതികരണങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. വലിയ നിരാശരാണ് അവർ. കാരണം രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷേ അതുണ്ടായില്ല. VD സതീശന് കൃത്യമായി നറുക്ക് വീണിരിക്കുന്നു. അതിൽ വലിയ സമ്മർദ്ദം ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ സമ്മിശ്രമായ പ്രതികരണമാണ് VD സതീശൻ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം ദീപദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി 4 മണിക്കാണ് ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുക. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും പ്രത്യേക വിമാനത്തിലായിരിക്കും ഇവിടേക്ക് എത്തുക. അതിനുശേഷം അവർ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അവിടേക്ക് ചിരി പടർത്തുന്ന മുഖവുമായി ആരൊക്കെ എത്തും, വാടിയ മുഖവുമായി ആരൊക്കെ എത്തും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ചെന്നിത്തല എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷ ഏറുകയാണ്. അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ പ്രതിഷേധം എങ്ങനെ തണുപ്പിക്കുമെന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് ഹൈക്കമാൻഡിന്, കോൺഗ്രസ് നേതാക്കൾക്ക്. കാരണം എഴുത്തള്ളാനാകാത്ത നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. തെരഞ്ഞെടുപ്പ് സമിതി, പ്രചാരണ സമിതി അധ്യക്ഷനായിരുന്നു. ഒപ്പം KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തനിക്ക് യാതൊരു എതിർപ്പുമില്ല, താൻ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നു, ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും സ്വാഭാവികമാണ് അദ്ദേഹത്തിനും നീരസമുണ്ട്. കാരണം വലിയ പ്രതീക്ഷ ഈ 2 നേതാക്കളും കൊണ്ടു നടന്നിരുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനായത് ടീം UDFന്റെ പ്രവർത്തനം കൊണ്ടാണ്. പുതുകേരളത്തിലായും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും കഠിനാധ്വാനം ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനം ദൈവികമായ നിയോഗമാണെന്നും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി. തന്നെ താനാക്കിയത് ടീം UDF എന്നും സതീശൻ ആവർത്തിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.